വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈൻ മാനിയ. ബ്ലാക്ക് ഫോറസ്റ്റിലെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടുന്ന് ബ്രോഷറൊക്കെ മറിച്ച് നോക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു കാഴ്ചയാണിത്. ഇവിടെ ഒരു കണ്ണാടി ഇട്ട ഒരു പ്രത്യേക റൂമുണ്ട്. നല്ല വാമാണ്. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉൾപ്രദേശങ്ങളെല്ലാം ഇങ്ങനെ വീക്ഷിക്കാനും കുറച്ച് നേരം സമാധാനത്തോടെ അവിടെ ഇരിക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല കുറേ ദൂരം ഇതുപോലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നടക്കാനും ഒക്കെ പറ്റും. ബ്ലാക്ക് ഫോറസ്റ്റ് അഥവാ ഷ്വാർസ്വാൾഡ് എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ബാഡൻ വുട്ടൻബർഗ് സംസ്ഥാനത്തുള്ള വനപ്രദേശത്തിലെ പർവ്വതനിരയാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്. തെക്ക് റൈൻ താഴ്വരയാൽ ചുറ്റപ്പെട്ടതും ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള ഡാന്യൂബ്, നെയ്ക്കാർ നദികളുടെ ഉറവിടം കൂടിയാണ് ഈ ഒരു ഷ്വാർസ്വാൾഡ് അഥവാ കറുത്ത കാട് എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1493 മീറ്റർ, ഏകദേശം 4898 അടി ഉയരമുള്ള ഫെൽസ്ബർഗ് എന്ന പ്രദേശമാണ് ഇത്. മാൾട്ടയിൽ നിന്നുള്ള സഹോദരൻ ആഷിക്കും എത്തിയതോടുകൂടി ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് വളരെ പൊളിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരും ഞങ്ങളെല്ലാം ഈ ഒരു മഴയത്താണ് ഈ ഒരു റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ നടത്തുന്നത്. വഴിയിൽ കണ്ട മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ഫൾസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ, സ്ട്രീംസ്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഫെൽസ്ബർഗ് എന്ന് പറയുന്നത്. ഏകദേശം 160 കിലോമീറ്റർ, 100 മൈൽ വീതിയും 50 കിലോമീറ്റർ, അതായത് 30 മൈൽ നീളവും ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. 6009 സ്ക്വയർ കിലോമീറ്റർ എന്ന് വളരെ വിശാലമാണ്. ചരിത്രപരമായിട്ട് ഈ ഒരു പ്രദേശം വനവൽക്കരണത്തിനും പിന്നെ അയിര് ഖനനത്തിനും മറ്റേ മനസ്സിലല്ലേ അതിൻ്റെ ഖനനത്തിന് വേണ്ടിയിട്ടൊക്കെ പേര് കേട്ടായിരുന്നു. വളരെ പണ്ട് പുരാതന കാലത്ത് കെൽട്ടിക് ദേവതയായ അബ്നോബയുടെ പേരിലാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് അബ്നോബ മോൺസ് എന്ന് അറിയപ്പെടുന്നത്. റോമൻ കാലഘട്ടത്തിൽ ഇതിന് സിൽവ മാർസിയാന എന്നും അറിയപ്പെടുന്നു. ജർമ്മനിക് പദമായ മാർക്ക അതിർത്തി എന്നതിൽ നിന്ന് ഒരു പേരാണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്, കറുത്ത വനം എന്ന പേര്. ആക്ച്വലി ഇവിടെയുള്ള ജർമ്മനിക്ക് ഗോത്ര വിഭാഗമായിരുന്ന സൂബി ഒരുപാട് പേര് ചരിത്രപ്രധാനമായിട്ടുള്ള സ്വാബിയ എന്ന സംസ്ഥാനത്തിന് അവരുടെ ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നു. ചുറ്റുവട്ടത്തിലുള്ള റോമൻ വാസസ്ഥലങ്ങൾ, ബാഡൻ വീലറിന്റെ കുളികൾ, പ്രകൃതിയുടെ മനോഹാരിതയിൽ പിന്നെ റോമൻ റോഡിന്റെ നിർമ്മാണം എന്നിവ ഒഴികെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കോളനി വർക്കാൻ റോമക്കാർ നടത്തിയില്ല, മറിച്ച് അലൈമാനികളാണ് നടത്തിയത്. അതുകൊണ്ട് ജർമ്മനിൽ അലൈമാഗ്ന എന്ന് കൂടി പറയും. ജർമ്മനിക്ക് ഏകദേശം ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഫെൽഡ്ബർഗ് ആണ്. ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 1493 മീറ്ററാണ്. ഇതിൻ്റെ ഒരു ഏകദേശ ഏരിയ എന്ന് പറയുന്നത് 6009 സ്ക്വയർ കിലോമീറ്ററാണ്. അവർ ആദ്യം താഴ്വരയിൽ സ്ഥിരതാമസമാക്കി, പിന്നെ പഴയ സെറ്റിൽമെൻറ്റ് അതിർത്തികളെല്ലാം കടന്നിട്ട് ഒരു റെഡ് സാൻഡ് സ്റ്റോൺ ബോർഡർ എന്ന് പറയുന്ന ഒരു ബാർ പ്രദേശം ഉണ്ടാക്കിയെടുത്തു. പിന്നെ 10-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇവിടെ പിന്നെ വാസസ്ഥലങ്ങളും, അതായത് ചുവന്ന ബണ്ടർ മണൽക്കല്ല് മേഖലയെ കണ്ടെത്താനൊക്കെ കഴിഞ്ഞത്. 819 ആദ്യമായി പരാമർശിക്കപ്പെട്ട റൂട്ടൻ ബാക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകണമെങ്കിൽ 17-ാം നൂറ്റാണ്ടിലെയും 18-ാം നൂറ്റാണ്ടിലെയും സൈനിക കോട്ടകളുടെ അവശിഷ്ടങ്ങളെല്ലാം ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ കാണാൻ പറ്റും. ബാഡനിലെ മാർഗ്രേവ് ലൂയിസ് വില്യമിൻ്റെ ഒന്നിലധികം ബറോക്ക് ഫീൽഡ് വർക്കുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അലക്സാണ്ടർ ഷാൾഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഭാഗങ്ങൾ. വ്യക്തിഗത പ്രതിരോധ സ്ഥാനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇതാണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇലപൊഴിയും മരങ്ങളുടെ ഒരു ഫിർമലങ്ങളുടെയും ഒരു മിശ്രിത വനമായിരുന്നു. അന്നത്തെ നല്ല സ്പ്രൂഫും ഒക്കെ വളർന്ന് അടിപൊളി പന്തരിച്ച് കിടക്കുന്ന ഒരു മലമ്പ്രദേശം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തീവ്രമായ വനവൽക്കരണത്തിലൂടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ വനനശീകരണത്തിന് വിധേയമായി. പിന്നീട് വീണ്ടും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടാണ് ഈ ഒരു ഏക വിളകൾ, അതായത് സ്പ്രൂസ് ഉപയോഗിച്ചിട്ട് ആണ് പിന്നെ ഈ മരങ്ങളെല്ലാം തിരികെ കൊണ്ടുവന്നത്. 1990 ഇവിടെ വീണ്ടും ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചപ്പോൾ വീണ്ടും വനങ്ങൾ നാശനഷ്ടം ഉണ്ടായി. 1999 ഡിസംബർ 26 ലോതർ ചുഴലിക്കാറ്റ് ഇവിടെ അടിച്ചായിരുന്നു. അങ്ങനെ വീണ്ടും സ്പ്രൂസ് മോണ്ടച്ചങ്ങൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ട്
1990 കൊടുങ്കാറ്റ് സംഭവിച്ച പോലെ തന്നെ വീണ്ടും വലിയ അളവിൽ മരക്കഷ്ണങ്ങൾ വെച്ച് ഒരുപാട് എന്താ പറയുക വെറ്റ് സ്റ്റോറേജ് ഏരിയകൾ വർഷങ്ങളോളം സൂക്ഷിച്ചിരുന്നുണ്ട് ഇവിടുത്തെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളുമായിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചുഴലിക്കാറ്റ് മതി എല്ലാം തീരാൻ. ഒരു ചുഴലിക്കാറ്റ് നശിച്ച ഏകദേശം 10 ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു മരക്കാടാണ് ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് നശിച്ചു പോയി. എന്നാലും കൊടുങ്കാറ്റ് നാശം വിധിച്ചിട്ട് പോലും ആ ഒരു ജർമ്മനിയുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു വനത്തെ പുനർനിർമ്മിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ വിശദീകരണം.